അപ്പോസ്തലപ്രവൃത്തി 1-ാം അധ്യായം 8-ാം വാക്യം, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദയിലും എല്ലായിടത്തും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകും. ഈ വാക്യത്തിൽ വിവക്ഷിച്ചിരിക്കുന്ന ആദ്യത്തെ സ്ഥലം യെരുശലേമാണ്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്തിന് ശേഷം ശിഷ്യന്മാരുമായി കൂടിയിരിക്കുമ്പോൾ ഉള്ള സംഭാഷണ മധ്യേ ശിഷ്യന്മാർ ചോദിച്ച ഒരു ചോദ്യത്തിന് മറുപടിയായിട്ടാണ് യേശു വാക്യം ഉദ്ധരിക്കുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുന്ന സ്ഥലം ആദ്യം യെരുശലേമാണ്. എന്തുകൊണ്ടാണ് യെരുശലേം ആദ്യമായിട്ട് വന്നത്? പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് ആദ്യം സാക്ഷിയാകുന്നത് യെരുശലേമിലാണ് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? യെരുശലേം യേശുക്രിസ്തു മരിച്ച സ്ഥലമാണ്. യേശുക്രിസ്തുവിനെ മറ്റെല്ലാ വ്യക്തികൾക്കും മനസ്സിലിവ് തോന്നത്തക്ക രീതിയിൽ നിഷ്കാരുണ്യം, നിർദാക്ഷിണ്യം കാൽവരി ക്രൂശിന്മേൽ തറച്ചു കൊന്ന സ്ഥലമാണ് യെരുശലേം. തൻ്റെ മുറിവുകൾ ഒപ്പുവാൻ, തനിക്കൽപ്പ ദാഹജലം തരുവാൻ ആരുമില്ലാതെ തൻ്റെ മുഖത്തടിച്ച് തലയിൽ മുൾക്കിരീടം വെച്ച് തന്നെ ഗോൽഗോഥായിൽ കൊണ്ടുപോയി ക്രൂശിച്ച സ്ഥലമാണ്. യേശുവിൻ്റെ ശരീരം മുറിഞ്ഞ സ്ഥലമാണ് യെരുശലേം. അപ്പോസ്തലന്മാരോട് യേശു പറഞ്ഞു, ആ സ്ഥലത്ത് തന്നെ നിങ്ങൾ ഭയപ്പെട്ടോടിയ, നിങ്ങൾക്ക് മുറിവുണ്ടായ, നിങ്ങളെ അപമാനത്തിനിരയാക്കിയ ആ സ്ഥലത്ത് തന്നെ നിങ്ങൾ ആദ്യം സാക്ഷികളാണ്. ഓർക്കുക, ദൈവത്തിന് വേണ്ടി നിന്നിട്ട് നിങ്ങൾക്ക് മുറിവുണ്ടായ ഏതെങ്കിലും സ്ഥലമുണ്ടോ? ദൈവത്തിന് വേണ്ടി നിന്നിട്ട് നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾ മുറിവേൽക്കേണ്ടി വന്നു, നിങ്ങളുടെ സഭയിൽ നിങ്ങൾക്ക് മുറിവേൽക്കേണ്ടി വന്നു, അവിടെ തന്നെ നിങ്ങളെ മാനിക്കുന്ന ഒരു ദൈവമുണ്ട്. അഭിഷേകത്തിൻ്റെ ശക്തി, പുനരുത്ഥാനത്തിൻ്റെ ശക്തി നിങ്ങളുടെ മേൽ വരുമ്പോൾ ആദ്യമായി നിങ്ങളെ ദൈവം മാനിക്കുന്നത് ആ സ്ഥലത്തായിരിക്കും.